ശബരിമലയിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് ജനുവരി 14-ാം തീയതി രാവിലെ രേഷ്മ നിഷാന്ത് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ബാക്ക് ടു പാഷൻസ്. പാഷൻ എന്നാൽ മലയാളത്തിൽ അത്യാസക്തി, അഭിനിവേശം, ഉഗ്രകോപം, ശക്തിമത്തായ വികാരം, അത്യുത്സാഹം, അതിതാൽപര്യം, കോപപാരവശ്യം, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഒരു ആക്ടിവിസ്റ്റിനെ സംബന്ധിച്ച് അത്യുത്സാഹം പകരുന്നത് തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ. ശബരിമല ദർശനത്തെ ഒരു പാഷനായി കണ്ടുകൊണ്ടാണ് രേഷ്മ നിഷാന്ത് തൻ്റെ യാത്ര പുറപ്പെട്ടത് തന്നെ. ഇതല്ലേ തികഞ്ഞ ആക്ടിവിസം? മലയാളത്തിൽ ഈ പദത്തിന് മറ്റൊരുപാട് അർത്ഥങ്ങളും കൂടിയുണ്ട്. അത്തരം വിശദീകരണങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ കടക്കുന്നില്ല. രേഷ്മ നിഷാന്തിൻ്റെ വെല്ലുവിളി ഇത്തരത്തിലാണ് എന്ന് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ശബരിമലയിലേക്ക് പുറപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ രേഷ്മ നിഷാന്ത് എഴുതി, ഇതുപോലെ അനുവാദമില്ലാതെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മുഴുവൻ പേരെയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ പരസ്യമായി കൈവെട്ടും കാൽവെട്ടും തലവെട്ടും കൊലവിളികളുമായി ഓരോ ചലനവും നിരീക്ഷിക്കുന്ന ആളുകൾക്കിടയിലൂടെ എങ്ങനെ ശബരിമല പോവാനാണ്? ചോദ്യം ചോദിക്കുന്നവർക്ക് മനസ്സിലാകും എന്ന് കരുതുന്നു. നവോത്ഥാനത്തോടൊപ്പം എൻ്റെ കുഞ്ഞും കുടുംബവും എനിക്ക് വലുതാണ്. സമാധാനമായി ജീവിക്കാൻ അനുവദിക്കണം പ്ലീസ്. ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് മെസ്സേജിന് ശേഷമാണ് രേഷ്മ നിഷാന്ത് ശബരിമലയിലേക്ക് തന്നെ പുറപ്പെടുന്നത്. അന്ന് തന്നെ വീണ്ടും രേഷ്മ നിഷാന്ത് കുറിച്ചു, മാലയിട്ടയാൾ മലയ്ക്ക് പോവാതെ FBയിൽ കിടന്നു തള്ളുന്നതെന്തിനെന്ന ചോദ്യത്തെ അങ്ങേയറ്റം പ്രതിപക്ഷ ബഹുമാനത്തോടെ മാനിക്കുന്നു. ഉത്തരം പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. കുറെ പെണ്ണുങ്ങൾ കയറിയല്ലോ, എന്നിട്ടും പേടിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കരുത്. വളരെ വിശദമായി ഇതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. എന്തായാലും FBയിൽ സംയമനം പാലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഗസ്ത്യാർമല കീഴടക്കാൻ ഇറങ്ങിയ ധന്യയ്ക്ക് അഭിനന്ദനങ്ങളുമായി രേഷ്മ ഫേസ്ബുക്കിൽ എത്തിയതും ജനുവരി 12-ന് തന്നെ. ധന്യ റോക്സ്. ജനുവരി 12-ന് രേഷ്മ നിഷാന്ത് കുറിച്ചു, നമുക്കിന്ന് തേങ്ങ വറുത്തരച്ച സാമ്പാർ വെച്ചാലോ? എൻ്റെ പൊന്നു രേഷു, നീ തേങ്ങ വറുത്തും അരച്ചും അടുക്കളപ്പുകയിൽ മണിക്കൂറുകൾ ചെലവിടുന്ന കുലസ്ത്രീയിൽ നിന്നൊന്ന് പുറത്തോട്ട് വാ. നാസയിലെ സയന്റിസ്റ്റുകളൊന്നും തേങ്ങ വറുത്തരച്ച കറി കഴിച്ചൊന്നുമല്ല ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. കഴിക്കാൻ ജീവിക്കരുത്, ജീവിക്കാൻ കഴിക്കുക. ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ധന്യയുടെ അഗസ്ത്യാർമല കയറ്റം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്തോ രേഷ്മ നിഷാന്ത് ഒരു ഉഗ്രൻ കമന്റും പാസാക്കി, ധന്യ റോക്സ്. ഇത്തരത്തിൽ വിശ്വാസികളെ വെല്ലുവിളിച്ചും ആക്ടിവിസത്തിൻ്റെ പാഷൻ പുറത്തോട്ട് പ്രകടിപ്പിച്ചുമാണ് രേഷ്മ നിഷാന്തിൻ്റെ ശബരിമലയിലേക്കുള്ള പടപ്പുറപ്പാട്. എന്തായാലും ആ പാഷൻ വിശ്വാസികളും പോലീസും പൊളിച്ചടക്കുമ്പോൾ കേരളത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമാധാന അന്തരീക്ഷം ഒരു പരിധിവരെയെങ്കിലും ഇപ്പോൾ പിടിച്ചു നിർത്താൻ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ. നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന പേജിൽ ഇന്നലെ വന്ന മെസ്സേജ് ഇങ്ങനെ: കനകദുർഗ മല ചവിട്ടിയത് കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കൂടിയാണ്. മധ്യകാല പൗരോഹിത്യ ബോധത്തിന്റെ തടവറയിൽ നിന്ന് വിമുക്തരാവാത്ത, നാടിനെ പിറകോട്ട് നടത്തുന്ന ശക്തികളുടെ സ്വാധീനം തന്നെയാണ് കനകദുർഗയ്ക്കെതിരായ ശാരീരിക ആക്രമം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പുരോഗമന കേരളം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ മറികടന്നില്ലെങ്കിൽ കേരളം ഇരുട്ടിലാണ്ട് പോകുമെന്നുറപ്പാണ്. സുഹൃത്തുക്കളെ, കനകയ്ക്കെതിരായ ശാരീരിക ആക്രമണത്തിനെതിരെ പുരോഗമന കേരളം പ്രതിഷേധിക്കുക, കനകദുർഗയ്ക്കൊപ്പം നിൽക്കുക. നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന പേജിൽ ഇത്തരമൊരു ആഹ്വാനം നടത്തിയതാവട്ടെ കനകദുർഗയ്ക്കെതിരെ ആക്രമണം നടത്തിയെന്ന് പറയുന്ന ഭർത്താവിൻ്റെ അമ്മയ്ക്കെതിരെയും ഒരമ്മ മനസ്സിനെതിരെയാണ് ഇത്തരമൊരു നവോത്ഥാന മുന്നേറ്റം ഒരുക്കുവാനുള്ള ആഹ്വാനം വരുന്നത്.